പായം ഗ്രാമപഞ്ചായത്ത് കാര്യാലയത്തിന്റെ മുന്നിലാണ് ഞാനിപ്പോൾ നിൽക്കുന്നത്. ഇവിടെ നമ്മുടെ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ വിജയികളായ ജനപ്രതിനിധികളുടെ സത്യപ്രതിജ്ഞ നടക്കുന്നതിനുള്ള ഒരുക്കങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. നമുക്കറിയാം, കഴിഞ്ഞ 5 വർഷക്കാലത്തെ ഭരണസമിതി ഒരുപാട് വികസനപരമായ കാര്യങ്ങൾ ചെയ്തുകൊണ്ട് പായത്തെ നല്ലൊരു മുന്നേറ്റത്തിലേക്ക് എത്തിച്ച ഒരു കാലഘട്ടമാണ് കഴിഞ്ഞത്. തുടർഭരണമാണ് ഇവിടെ ലഭിച്ചിരിക്കുന്നത്. അപ്പോൾ LDFന്റെ തന്നെ മറ്റൊരു ഭരണസമിതി ഇന്ന് അധികാരത്തിലേക്ക് വരുമ്പോൾ എങ്ങനെയായിരിക്കാം ഈ ഒരു വികസന തുടർച്ച പായത്തിന് കാഴ്ചവെക്കാൻ പറ്റുമോ, അതോ അതിനേക്കാൾ ഉയർന്ന രീതിയിലേക്കുള്ള പ്ലാനിങ്ങോടുകൂടെയാണോ പുതിയ ഭരണസമിതി അംഗങ്ങൾ ഭരണത്തിലേക്ക് വരുന്നത് എന്നതാണ് ഇവിടെയുള്ള ആളുകൾ പ്രതീക്ഷയോടെ കാത്തു നിൽക്കുന്നത്. നല്ല ബാലസൗഹൃദ ഗ്രാമപഞ്ചായത്ത് എന്ന പേരിലും അതുപോലെ ജലസംരക്ഷണത്തിൽ ഏറ്റവും മികച്ച നിലയിലുള്ള പ്രവർത്തനം കാഴ്ചവെച്ച പഞ്ചായത്ത് എന്ന നിലയിലും മുൻ പഞ്ചായത്ത് പ്രസിഡന്റും ഭരണസമിതിയും നമ്മുടെ രാഷ്ട്രപതിയിൽ നിന്ന് അടക്കം സമ്മാനങ്ങളും അവാർഡുകളും ഏറ്റുവാങ്ങിയ ഒരു പഞ്ചായത്ത് ഇനി തുടർഭരണത്തിലേക്ക് കാലെടുത്ത് വെക്കുമ്പോൾ ഏത് രീതിയിലായിരിക്കും വികസന പ്രവർത്തനങ്ങൾ പ്ലാനിങ്ങോടെ മുന്നോട്ട് കൊണ്ടുപോകുന്നത് എന്ന കാത്തിരിപ്പിലാണ് ഇവിടെയുള്ള ജനങ്ങൾ എന്നതാണ് ഇതോടൊപ്പം കൂട്ടിച്ചേർത്ത് പറയാനുള്ളത്. അകത്ത് സത്യപ്രതിജ്ഞയുടെ ഒരുക്കങ്ങൾ നടക്കുകയാണ്. ആ കാഴ്ചകൾക്ക് ശേഷം നമുക്ക് തിരികെ വരാം. ഈ ചടങ്ങിൽ സംബന്ധിക്കാൻ വേണ്ടി ഔദ്യോഗിക ക്ഷണമനുസരിച്ച് ഇവിടെ വരികയും ഈ സത്യപ്രതിജ്ഞാ ചടങ്ങ് ഭരണഘടനാദത്തമായ രീതിയിൽ തന്നെ നിർവഹിക്കുകയും ചെയ്ത ഈ ഭരണസമിതി അംഗങ്ങളെ ആദ്യമായി ഹൃദയപൂർവ്വം നന്ദി അറിയിക്കുകയാണ്. പായം ഗ്രാമപഞ്ചായത്തിലെ അംഗമായി തിരഞ്ഞെടുക്കപ്പെട്ട ആൻഡോ പി എന്ന ഞാൻ നിയമാനുസരണം നടപ്പിലാക്കിയ ഇന്ത്യൻ ഭരണഘടനയോട് യഥാർത്ഥമായ വിശ്വാസവും കൂറും പുലർത്തുമെന്നും ഇന്ത്യയുടെ പരമാധികാരവും അഖണ്ഡതയും നിലനിർത്തുമെന്നും ഭയാശങ്ക കൂടാതെയും മമതയോ വിദ്വേഷമോ കൂടാതെയും ഞാൻ എന്റെ ഔദ്യോഗിക കൃത്യങ്ങൾ യഥാവിധിയും വിശ്വസ്തയോടും എന്റെ പരമാവധി കഴിവും പ്രയോജനപ്പെടുത്തിയും നിർവഹിക്കുമെന്ന് ഈശ്വരനാമത്തിൽ ഞാൻ സത്യപ്രതിജ്ഞ ചെയ്യുന്നു. പായം ഗ്രാമപഞ്ചായത്തിലെ അംഗമായി തിരഞ്ഞെടുക്കപ്പെട്ട ബെന്നീസ് മാണി എന്ന ഞാൻ നിയമാനുസരണം നടപ്പിലാക്കിയ ഇന്ത്യൻ ഭരണഘടനയുടെ യഥാർത്ഥമായ വിശ്വാസം കൂറും പുലർത്തുമെന്നും ഇന്ത്യയുടെ പരമാധികാരവും അഖണ്ഡതയും നിലനിർത്തുമെന്നും പായം ഗ്രാമപഞ്ചായത്തിലെ അംഗമായി തിരഞ്ഞെടുക്കപ്പെട്ട ജമീല നാസർ എന്ന ഞാൻ നിയമാനുസരണം നടപ്പിലാക്കിയ ഇന്ത്യൻ ഭരണഘടനയോട് യഥാർത്ഥമായ വിശ്വാസവും കൂറും പുലർത്തുമെന്നും പായം ഗ്രാമപഞ്ചായത്തിലെ അംഗമായി തെരഞ്ഞെടുക്കപ്പെട്ട സുജാ ചന്ദ്രൻ എന്ന ഞാൻ നിയമാനുസരണം നടപ്പാക്കിയ ഇന്ത്യൻ ഭരണഘടനയോട് യഥാർത്ഥമായ വിശ്വാസവും കൂറും പുലർത്തുമെന്നും പായം ഗ്രാമപഞ്ചായത്തിലെ അംഗമായി തെരഞ്ഞെടുക്കപ്പെട്ട ഹരിത MP എന്ന ഞാൻ നിയമാനുസരണം നടപ്പാക്കിയ ഇന്ത്യൻ ഭരണഘടനയോട് യഥാർത്ഥമായ വിശ്വാസവും കൂറും പുലർത്തുമെന്നും ഇന്ത്യയുടെ പരമാധികാരവും അഖണ്ഡതയും നിലനിർത്തുമെന്നും പായം ഗ്രാമപഞ്ചായത്തിലെ അംഗമായി തിരഞ്ഞെടുക്കപ്പെട്ട അഡ്വക്കേറ്റ് വിനോദ് കുമാർ M എന്ന ഞാൻ നിയമാനുസരണം നടപ്പാക്കിയ ഇന്ത്യൻ ഭരണഘടനയോട് യഥാർത്ഥമായ വിശ്വാസവും കൂറും പുലർത്തുമെന്നും ഇന്ത്യയുടെ പരമാധികാരവും അഖണ്ഡതയും നിലനിർത്തുമെന്നും ഭയാശങ്ക കൂടാതെയും മമതയോ വിദ്വേഷമോ കൂടാതെയും എൻ്റെ ഔദ്യോഗിക കൃത്യങ്ങൾ യഥാവിധിയായും വിശ്വസ്തയോടും എൻ്റെ പരമാവധി കഴിവ് പ്രയോജനപ്പെടുത്തിയും നിർവഹിക്കുമെന്ന് ദൃഢപ്രതിജ്ഞ ചെയ്യുന്നു. പായം ഗ്രാമപഞ്ചായത്തിലെ അംഗമായി തിരഞ്ഞെടുക്കപ്പെട്ട ബാബു കാറ്റാടി എന്ന ഞാൻ നിയമാനുസരണം നടപ്പാക്കിയ ഇന്ത്യൻ ഭരണഘടനയോട് യഥാർത്ഥമായ വിശ്വാസവും കൂറും പുലർത്തുമെന്നും ഇന്ത്യയുടെ പരമാധികാരവും അഖണ്ഡതയും നിലനിർത്തുമെന്നും ഇന്ത്യയുടെ പരമാധികാരവും അഖണ്ഡതയും നിലനിർത്തുമെന്നും ഭയാശങ്ക കൂടാതെയും മമതയോ വിദ്വേഷമോ കൂടാതെയും ഞാൻ എൻ്റെ ഔദ്യോഗിക കൃത്യങ്ങൾ യഥാവിധിയായും വിശ്വസ്തയോടും എൻ്റെ പരമാവധി കഴിവ് പ്രയോജനപ്പെടുത്തിയും നിർവഹിക്കുമെന്നും ദൃഢപ്രതിജ്ഞ ചെയ്യുന്നു. പായം ഗ്രാമപഞ്ചായത്തിലെ അംഗമായി തെരഞ്ഞെടുക്കപ്പെട്ട സുജിഷ പ്രസാദ് എന്ന ഞാൻ നിയമാനുസരണം നടപ്പാക്കിയ ഇന്ത്യൻ ഭരണഘടനയോട് യഥാർത്ഥമായ വിശ്വാസവും കൂറും പുലർത്തുമെന്നും പായം ഗ്രാമപഞ്ചായത്തിലെ അംഗമായി തെരഞ്ഞെടുക്കപ്പെട്ട ഷൈബു K എന്ന ഞാൻ നിയമാനുസരണം നടപ്പാക്കിയ ഇന്ത്യൻ ഭരണഘടനയോട് യഥാർത്ഥമായ വിശ്വാസവും കൂറും പുലർത്തുമെന്നും പായം ഗ്രാമപഞ്ചായത്തിലെ അംഗമായി തെരഞ്ഞെടുക്കപ്പെട്ട മവിത പ്രശാന്ത് എന്ന ഞാൻ നിയമാനുസരണം നടപ്പാക്കിയ ഇന്ത്യൻ ഭരണഘടനയോട് യഥാർത്ഥമായ വിശ്വാസവും കൂറും പുലർത്തുമെന്നും പായം ഗ്രാമപഞ്ചായത്തിലെ അംഗമായി തെരഞ്ഞെടുക്കപ്പെട്ട P. പങ്കജാക്ഷി എന്ന ഞാൻ
നിയമാനുസരണം നടപ്പാക്കിയ ഇന്ത്യൻ ഭരണഘടനയോട് യഥാർത്ഥമായ വിശ്വാസവും കൂറും പുലർത്തുമെന്നും പായം ഗ്രാമപഞ്ചായത്തിലെ അംഗമായി തെരഞ്ഞെടുക്കപ്പെട്ട JCPN എന്ന ഞാൻ നിയമാനുസരണം നടപ്പിലാക്കിയ ഇന്ത്യൻ ഭരണഘടനയോട് യഥാർത്ഥമായ വിശ്വാസവും കൂറും പുലർത്തുമെന്നും പായം ഗ്രാമപഞ്ചായത്തിലെ അംഗമായി തെരഞ്ഞെടുക്കപ്പെട്ട സ്മിത രജിത്ത് എന്ന ഞാൻ നിയമാനുസരണം നടപ്പിലാക്കിയ ഇന്ത്യൻ ഭരണഘടനയോട് യഥാർത്ഥമായ വിശ്വാസവും കൂറും പുലർത്തുമെന്നും ഗ്രാമപഞ്ചായത്തിലെ അംഗമായി തെരഞ്ഞെടുക്കപ്പെട്ട ഉഷാ മുകുന്ദൻ എന്ന ഞാൻ നിയമാനുസരണം നടപ്പാക്കിയ ഇന്ത്യൻ ഭരണഘടനയോട് യഥാർത്ഥമായ വിശ്വാസവും കൂറും പുലർത്തുമെന്നും പായം ഗ്രാമപഞ്ചായത്തിലെ അംഗമായി തെരഞ്ഞെടുക്കപ്പെട്ട പവിത്രൻ പായം എന്ന ഞാൻ നിയമാനുസരണം നടപ്പാക്കിയ ഇന്ത്യൻ ഭരണഘടനയോട് യഥാർത്ഥമായ വിശ്വാസവും കൂറും പുലർത്തുമെന്നും പായം ഗ്രാമപഞ്ചായത്തിലെ അംഗമായി തെരഞ്ഞെടുക്കപ്പെട്ട ചിത്രലേഖ MM എന്ന ഞാൻ നിയമാനുസരണം നടപ്പിലാക്കിയ ഇന്ത്യൻ ഭരണഘടനയോട് യഥാർത്ഥമായ വിശ്വാസവും കൂറും പുലർത്തുമെന്ന് പായം ഗ്രാമപഞ്ചായത്തിലെ അംഗമായി തെരഞ്ഞെടുക്കപ്പെട്ട KV രാധാകൃഷ്ണൻ മാസ്റ്റർ എന്ന ഞാൻ നിയമാനുസരണം നടപ്പാക്കിയ ഇന്ത്യൻ ഭരണഘടനയോട് യഥാർത്ഥമായ വിശ്വാസവും കൂറും പുലർത്തുമെന്നും ഇന്ത്യയുടെ പരമാധികാരവും അഖണ്ഡതയും നിലനിർത്തുമെന്നും ഭയാശങ്ക കൂടാതെയും മമതയോ വിദ്വേഷമോ കൂടാതെയും ഞാൻ എൻ്റെ ഔദ്യോഗിക കൃത്യങ്ങൾ യഥാവിധിയായും വിശ്വസ്തയോടും എൻ്റെ പരമാവധി കഴിവ് പ്രയോജനപ്പെടുത്തിയും നിർവഹിക്കുമെന്ന് ദൃഢപ്രതിജ്ഞ ചെയ്യുന്നു. കഴിഞ്ഞ 5 വർഷക്കാലം നല്ല രീതിയിൽ രാജ്യമെമ്പാടും എത്തുന്ന രീതിയിൽ തന്നെ അഭിമാനത്തിന്റെ നെറുകയിൽ എത്തുന്ന രീതിയിൽ രാഷ്ട്രപതിയിൽ നിന്നും അവാർഡൊക്കെ ഏറ്റുവാങ്ങി അത്ര അഭിമാനത്തിൽ നിന്നുകൊണ്ടാണ് ഈ ഒരു പടിയിറക്കം. പക്ഷെ അത് പുതിയ ഭരണസമിതിയാണ്, ഭരണ തുടർച്ച തന്നെയാണ്. ഒരുപാട് വികസന പ്രവർത്തനങ്ങൾ പഞ്ചായത്തിൽ കാഴ്ചവെക്കാൻ സാധിച്ചിട്ടുണ്ട്. അപ്പോൾ പുതിയ ഭരണസമിതിയിലേക്ക് അത് എത്തി നിൽക്കുമ്പോൾ എങ്ങനെയാണ് അതിനെ മുൻ പ്രസിഡന്റ് എന്ന നിലയിൽ നോക്കിക്കാണുന്നത്? തീർച്ചയായും പായത്തിന്റെ പ്രതീക്ഷ എന്ന് പറയുന്നത് വളരെ വളരെ മുന്നോട്ട് പോകുന്നതിന് വേണ്ടി കഴിഞ്ഞ 5 വർഷക്കാലം നമ്മുടെ ഭരണസമിതിക്ക് സാധിച്ചിട്ടുണ്ട്. പായം ലോകത്ത് തന്നെ ശ്രദ്ധിക്കപ്പെടുന്ന നിലയിലേക്ക് നമ്മുടെ ഈ ഭരണസമിതി ജീവനക്കാർ, നമ്മുടെ പഞ്ചായത്തിലെ മുഴുവൻ ആളുകളും ഒറ്റക്കെട്ടായി നിന്നതിന്റെ ഭാഗമായാണ് ഇത്തരം നേട്ടങ്ങൾ നമുക്ക് കൈവരിക്കാൻ വേണ്ടി സാധിച്ചിട്ടുള്ളത്. ഇവിടെ എടുത്തു പറയത്തക്ക ഐക്യരാഷ്ട്രസഭ പറയുന്ന സുസ്ഥിര വികസന ലക്ഷ്യങ്ങൾ 10 തീമിലും ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള ഒരു പ്രവർത്തനമാണ് പഞ്ചായത്ത് ഏറ്റെടുത്ത് നടത്തി മുന്നോട്ട് പോകുന്നത്. അതിന്റെ ഭാഗമായി തന്നെയാണ് മണ്ണ് സംരക്ഷണ പ്രവർത്തനത്തിന്റെ ഭാഗമായി കേരളം, നമ്മുടെ നവകേരളം കെട്ടിപ്പടുക്കുന്നതിന്റെ ഭാഗമായി മാലിന്യമുക്ത നവകേരളത്തിന്റെ ഭാഗമായി ഒക്കെയുള്ള ഒട്ടേറെ പ്രവർത്തനങ്ങൾ ഏറ്റെടുക്കാൻ പഞ്ചായത്തിന് സാധിച്ചു. അത് വിജയിപ്പിക്കാനും കൂടി നമ്മുടെ ജനങ്ങൾക്ക് സാധിച്ചിട്ടുണ്ട്. കൂടാതെ ബാലസൗഹൃദ പഞ്ചായത്താക്കുന്നതിന് വേണ്ടി സാധിച്ചു. അതിന്റെ എല്ലാം തുടർ പ്രവർത്തനം വരുന്ന ഭരണസമിതിയും ചെയ്യേണ്ടതുണ്ട്. അതോടൊപ്പം തന്നെയാണ് നമുക്കറിയാം വയോജന സൗഹൃദ പഞ്ചായത്ത്. ഇതിന്റെ എല്ലാം പ്രാരംഭ പ്രവർത്തനങ്ങൾ പഞ്ചായത്ത് ഏറ്റെടുത്ത് നടത്തി മുന്നോട്ട് പോവുകയാണ്. തീർച്ചയായും നല്ല പ്രതീക്ഷയാണ് ഈ ഒരു ഭരണസമിതിയിലുള്ളത്. കാരണം കഴിഞ്ഞ ഭരണസമിതിയിലുള്ള 3 അംഗങ്ങൾ പുതിയ ഭരണസമിതിയിലേക്ക് വന്നിട്ടുണ്ട്. അപ്പൊ തുടർച്ചയായിട്ടുള്ള പ്രവർത്തനങ്ങൾ നടത്തുന്നതിന് യാതൊരു പ്രയാസവുമില്ല. അപ്പം എല്ലാം ആദ്യം മുതൽ അറിയുന്നത് തന്നെ ആളുകൾ ഉള്ളത് കൊണ്ട് തന്നെ പായത്തിന് ഇനിയും ഒട്ടേറെ മുന്നോട്ട് പോകാൻ സാധിക്കും. ലോകത്ത് ശ്രദ്ധിക്കപ്പെട്ടിട്ടുള്ള പായം എന്നും അതുപോലെ തന്നെ നിലനിർത്താൻ വേണ്ടി സാധിക്കും. അതിന് നമ്മുടെ കൂട്ടായിട്ടുള്ള ജനങ്ങളുടെ അതുപോലെ എല്ലാ വിഭാഗത്തിലുള്ള ആളുകളുടെയും ഒരു സഹകരണവും സപ്പോർട്ടും എപ്പോഴും ഉണ്ടായിട്ടുണ്ട്, തുടർന്നും ഉണ്ടാവുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. പുതിയ ഭരണസമിതിക്ക് ഇതെല്ലാം കൊണ്ടുപോകുന്നതിന് വേണ്ടിയുള്ള എല്ലാ കരുത്തും ഉണ്ടാവട്ടെ എന്നുകൂടി ആശംസിക്കുകയാണ്. അവരോടൊപ്പം തന്നെ പൊതുപ്രവർത്തനവുമായി രംഗത്തുണ്ടാവുകയും ചെയ്യും അല്ലെ? ഈ ഒരു പ്രവർത്തനങ്ങളുടെ തുടർച്ചയായിട്ട് ജനങ്ങളിലേക്ക് എത്താൻ വേണ്ടി തീർച്ചയായും നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളൊക്കെ ചെയ്യാൻ സഹായിക്കാം എന്ന് തന്നെയാണ് വിചാരിക്കുന്നത്. നല്ല വാശിയേറിയ മത്സരമായിരുന്നു നമ്മുടെ സംസ്ഥാനത്തുടനീളം ഉണ്ടായിരുന്നത്. ഭരണ തുടർച്ച എന്ന നിലയിൽ തന്നെ പായം പഞ്ചായത്തിൽ നല്ല വിജയം കാഴ്ചവെക്കാൻ നമുക്ക് സാധിച്ചിട്ടുണ്ട്. എങ്ങനെയാണ് കഴിഞ്ഞ ഭരണസമിതിയിലെ വൈസ് പ്രസിഡന്റായിട്ടുണ്ടായിരുന്നു, ഇപ്പം ഈ ഭരണസമിതിയോടെയും ഒപ്പമുണ്ട്. കഴിഞ്ഞ വികസന പ്രവർത്തനങ്ങളെ ഇതുമായിട്ട് എങ്ങനെയാണ് പ്ലാൻ ചെയ്തിട്ടുള്ളത് മുന്നോട്ട് കൊണ്ട്? ഭരണസമിതി എന്ന് പറയുന്ന ഒരു തുടർച്ചയാണ്. കഴിഞ്ഞ ഭരണസമിതി തുടങ്ങി വെച്ച പൂർത്തീകരിക്കാനുള്ള മേജർ പ്രോജക്റ്റുകളുണ്ട്. അതോടൊപ്പം മറ്റ് വികസന പ്രവർത്തനങ്ങളെല്ലാം ഉണ്ട്. അതെല്ലാം ഭരണസമിതി കൂട്ടായി
തെരഞ്ഞെടുപ്പിന് മുമ്പ് വ്യത്യസ്തമായിട്ടുള്ള രാഷ്ട്രീയ പാർട്ടികളുടെ ബാനറിലാണ് ഞങ്ങളെല്ലാം ജയിച്ചു വന്നത്. ഇവിടെ ഭരണസമിതിക്കകത്ത് ഭരണപക്ഷം മാത്രമേ ഉള്ളൂ. എല്ലാവരെയും ജനങ്ങളെ കൂട്ടിയോജിപ്പിച്ചുകൊണ്ട് മാതൃകാപരമായിട്ടുള്ള പ്രവർത്തനം നടത്താൻ, ജനങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള പദ്ധതികൾ ആവിഷ്കരിക്കാൻ, നൂതന പദ്ധതികൾ ആവിഷ്കരിക്കാൻ പായത്തിൻ്റെ അന്തസ്സ് ഉയർത്തിപ്പെടുത്തിയിട്ടുള്ള ഒരു ഭരണമാണ് ഉദ്ദേശിക്കുന്നത്. കേരളത്തിന് നമുക്ക് ഭരണ തുടർച്ച 2ാം ഘട്ടം വന്നതുപോലെ പായം പഞ്ചായത്തിനും അത് ആവർത്തിച്ചുകൊണ്ടേയിരിക്കുകയാണ്. അപ്പോൾ കേന്ദ്രത്തിന്റെ അടക്കം അവാർഡ് രാഷ്ട്രപതിയുടെ കയ്യിൽ നിന്ന് അവാർഡ് വാങ്ങിയ ഒരു പഞ്ചായത്താണ്. അപ്പം മാതൃകാപരമായ ഒരുപാട് പ്രവർത്തനങ്ങളുണ്ട്. അപ്പോൾ കുറച്ചുകൂടി വെല്ലുവിളിയാണ് വരുന്നത്. കാര്യം നടത്തിയ പ്രവർത്തനങ്ങളെക്കാൾ കുറച്ചുകൂടി മെച്ചമായ രീതിയിലേക്ക് ചെയ്തേ പറ്റുള്ളൂ. അപ്പോൾ ആ രീതിയിലുള്ള ആസൂത്രണം അത് ഒരു ഭരണ പരിചയം കൂടിയുണ്ട്. സാരഥി എന്നുള്ള നിലയിൽ കഴിഞ്ഞ തവണ ഉണ്ടായതുകൊണ്ട് തന്നെ ഒരു നേതൃത്വപരമായിട്ട് നിർദ്ദേശം കൊടുക്കാൻ പറ്റും. അങ്ങനെയുള്ള കാഴ്ചപ്പാടുകൾ എന്തൊക്കെയാണ് കാഴ്ചപ്പാടായിട്ട് മുന്നോട്ട് വെക്കാനുള്ളത്? വികസന പ്രവർത്തനങ്ങളിൽ ഞങ്ങൾ ഏറ്റവും പ്രാധാന്യം കൊടുത്തുള്ളത് തൊഴിലുറപ്പ് പദ്ധതിയുമായി ബന്ധപ്പെട്ട കുറേ പ്രവർത്തനമായിരുന്നു. പക്ഷേ കേന്ദ്ര ഗവൺമെന്റിന്റെ പുതിയ നിയമനിർമ്മാണം ഈ മേഖലയെ പൂർണ്ണമായും തകർക്കുന്ന നിലയിലാണ് കാര്യങ്ങൾ വന്നിട്ടുള്ളത്. ഏകദേശം 50% തുക സംസ്ഥാനം വഹിക്കണമെന്നുള്ളത് യഥാർത്ഥത്തിൽ തൊഴിലുറപ്പ് പദ്ധതിയുടെ കടക്കൽ കത്തിവെക്കുന്ന ഒരു നിലപാടാണ്. അതെങ്ങനെ മറികടക്കണമെന്നുള്ളൊരു ആശങ്ക ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഉണ്ട്. എന്നാലും പരിമിതിക്കകത്ത് ഉള്ളിൽ നിന്നുകൊണ്ട് ആവശ്യമായിട്ടുള്ള ക്രമീകരണങ്ങൾ നടത്തി ഉള്ള വിഭവം ഉപയോഗപ്പെടുത്തിക്കൊണ്ട് പദ്ധതികൾ ആവിഷ്കരിക്കാനാണ് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അപ്പോൾ നമ്മുടെ സാരഥികളെ ഒന്നും നിശ്ചയിച്ചില്ല അല്ലെ? സ്ഥാനങ്ങളൊക്കെ ഇനി പറയാനിരിക്കുന്നതേ ഉള്ളൂ. അപ്പോൾ എല്ലാവരെയും കൂട്ടി യോജിപ്പിച്ചുകൊണ്ട് നല്ല രീതിയിൽ പായം ഭരണസമിതിക്ക് മുന്നോട്ട് പോകാൻ സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. ഓക്കെ, താങ്ക് യു. അപ്പോൾ ഈ വന്ന തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പിൽ നല്ല വാശിയേറിയ മത്സരം തന്നെയായിരുന്നു നമ്മുടെ സംസ്ഥാനം ഒട്ടാകെ നടന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ആ ഒരു രീതിയിൽ പായത്തും അത് പ്രതിഫലിച്ചിട്ടൊക്കെ ഉണ്ട്. അപ്പൊ എങ്ങനെയാണ് ഭരണ തുടർച്ചയാണ് വന്നിട്ടുള്ളത്? പ്രതിപക്ഷമായിട്ട് ഇരിക്കുമ്പോൾ ഒന്ന് നല്ല രീതിയിൽ ഒരുപാട് അവാർഡുകളൊക്കെ നേടി പഞ്ചായത്ത് സംയുക്തമായി തന്നെ ഒരുപാട് പദ്ധതികളിലേക്ക് ഒറ്റ മനസ്സോടെ മുന്നോട്ട് പോയതിൻ്റെയാണ് അത്രയും നേട്ടം പഞ്ചായത്തിന് കൈവരിക്കാൻ പറ്റിയിട്ടുള്ളത്. അപ്പോൾ പ്രതിപക്ഷം എന്ന നിലയിൽ ഇനി മുന്നോട്ടേക്ക് പോകുമ്പോൾ എങ്ങനെയൊക്കെയാണ് ഒരു പ്ലാനിങ്ങും വിഭാവനവും ഒക്കെ ഉണ്ടായിട്ടുള്ളത്? പായം ഗ്രാമപഞ്ചായത്തിന്റെ സമഗ്രമായ വികസനത്തിന് ക്രിയാത്മക പ്രതിപക്ഷം എന്ന നിലയിൽ പൂർണ്ണമായ പിന്തുണ നൽകും. നമുക്കെല്ലാവർക്കും അറിയാവുന്ന പോലെ സാധാരണ ജനങ്ങളുടെ പ്രധാനപ്പെട്ട ആവശ്യം റോഡ്, വെള്ളം, പാർപ്പിടം, അതുപോലെ തന്നെയുള്ള കാര്യങ്ങളാണ്. ഇത്തരം വിഷയങ്ങളിൽ പൂർണ്ണമായിട്ടും പഞ്ചായത്തിന്റെ ശ്രദ്ധ കിട്ടാൻ വേണ്ടി പ്രതിപക്ഷ അംഗങ്ങൾ എന്ന നിലയിൽ പൂർണ്ണമായിട്ടും നമ്മൾ ആ രൂപത്തിൽ ശബ്ദമുയർത്തും. പഞ്ചായത്ത് രാജ് സംവിധാനം അനുസരിച്ച് പഞ്ചായത്തിലെ അടിമുതൽ മുടിവരെയുള്ള പാവപ്പെട്ട ജനവിഭാഗത്തിന് വേണ്ടി സമഗ്രമായി പ്രവർത്തിക്കേണ്ട ഒരു ബോഡിയാണ് പഞ്ചായത്ത് ഭരണസമിതി. പഞ്ചായത്ത് ഭരണസമിതി അംഗങ്ങൾ എന്ന നിലയിൽ പൂർണ്ണമായിട്ടും ഈ പഞ്ചായത്തിന്റെ ഡെവലപ്മെന്റിന് വേണ്ടി ചെയ്യുന്നതോടൊപ്പം തന്നെ ഏതെങ്കിലും പോരായ്മകൾ ഉണ്ടെങ്കിൽ അത് പഞ്ചായത്ത് ഭരണസമിതി അകത്ത് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ക്രിയാത്മക പ്രതിപക്ഷമായിട്ട് ഞങ്ങൾ പ്രവർത്തിക്കും. നമുക്കെല്ലാവർക്കും അറിയാവുന്ന പോലെ പായം പഞ്ചായത്ത് എന്ന് പറയുന്നത് കർണാടകയുടെ അടുത്ത് വെക്കുന്ന ഏറ്റവും അടുത്ത പഞ്ചായത്താണ്, ബോർഡർ പഞ്ചായത്താണ്. അതുകൊണ്ട് തന്നെ ഈ പഞ്ചായത്തിന് അതിൻ്റെതായ ഭൂമിശാസ്ത്രപരമായ പ്രത്യേകതയുണ്ട്. ഈ പഞ്ചായത്തിൽ ഏറ്റവും കൂടുതൽ ആളുകൾ കൃഷിക്കാരാണ്. കൃഷിക്കാർക്ക് ഒരുപാട് വിഷയങ്ങളുണ്ട്. പഞ്ചായത്തിന് പരിഹരിക്കാൻ പറ്റുന്ന നാനാവിധമായ പ്രശ്നങ്ങൾ അതിൽ ഊന്നി നിന്നുകൊണ്ട് മുഴുവൻ ആൾക്കാരും മെമ്പർമാരും, പ്രത്യേകിച്ച് UDFന്റെ മെമ്പർമാർ, കഴിഞ്ഞ ഭരണസമിതിയിൽ ഞങ്ങൾക്ക് 2 മെമ്പർമാരെ ഉണ്ടായിരുന്നുള്ളൂ. ഇപ്പോൾ ഞങ്ങൾ 6 മെമ്പർമാർ വന്നിട്ടുണ്ട്. എല്ലാ മെമ്പർമാരും ഒത്തൊരുമിച്ച് തോളോട് തോൾ ചേർന്ന് പഞ്ചായത്തിന്റെ വികസനത്തിന് വേണ്ടി ആത്മാർത്ഥമായി പ്രവർത്തിക്കുന്നതോടൊപ്പം തെറ്റുകളും കുറ്റങ്ങളും ഉണ്ടെങ്കിൽ അതാത് സമയത്ത് ചൂണ്ടിക്കാണിക്കാൻ ഞങ്ങൾ പൂർണ്ണമായി ബാധ്യസ്ഥരാണ്. കേവല വിമർശനത്തിനപ്പുറം ഭരണസമിതി എന്ന് പറയുമ്പോൾ പ്രതിപക്ഷവും ഒരു പഞ്ചായത്ത് ഭരണസമിതി ഇതെല്ലാം ഏറ്റവും പ്രാധാന്യമുള്ളത് തന്നെയാണ്. അപ്പൊ ആ രീതിയിൽ അടിസ്ഥാന പ്രശ്നങ്ങളിലേക്ക് കടന്നു ചെല്ലുമ്പോൾ ഏറ്റവും ക്രിയാത്മകമായി പ്രവർത്തിക്കാൻ കഴിയുമെന്ന് തന്നെയാണ്. തീർച്ചയായിട്ടും നമ്മൾ പഞ്ചായത്തിന്റെ എല്ലാ വിഷയങ്ങളും ജനങ്ങളുടെ വിഷയങ്ങളിലെ ഏകദേശം 8000-ഓളം 9000-ഓളം വീടുകളാണ് നമ്മുടെ ഈ പഞ്ചായത്തിനകത്തുള്ളത്. ഒരുപാട് കുടിവെള്ള പ്രശ്നമുണ്ട്, പാർപ്പിടത്തിന്റെ വിഷയമുണ്ട്, ലൈഫ് പദ്ധതിയിലെ വീടുകളുടെ വിഷയമുണ്ട്, കർഷകർ അനുഭവിക്കുന്ന വന്യമൃഗ ശല്യത്തിന്റെ വിഷയമുണ്ട്, അതുപോലെ തന്നെ റോഡുകളുടെയും സ്ട്രീറ്റ് ലൈറ്റുകളുടെയും ഒക്കെ വിഷയം നിലനിൽക്കുകയാണ്. ആ വിഷയങ്ങൾ നമ്മൾ കൃത്യമായിട്ട് അഡ്രസ് ചെയ്താൽ മാത്രമേ ഈ ജനങ്ങൾക്ക് പഞ്ചായത്ത് മെമ്പർമാരോട് താല്പര്യം ഉണ്ടാവുകയുള്ളൂ, സ്നേഹം ഉണ്ടാവുള്ളൂ. അതിനനുസരിച്ചുള്ള പ്രവർത്തനം. കേവല വിമർശനം എന്നത് നമുക്ക് പ്രശ്നമല്ല. വിമർശിക്കാൻ വേണ്ടിയല്ല ഞങ്ങൾ പഞ്ചായത്തിനകത്ത് കയറിയിരിക്കുന്നത്, പ്രവർത്തിക്കാൻ വേണ്ടിയാണ് എന്നാണ് ഞാൻ സൂചിപ്പിക്കുന്നത്. ഉത്തരവാദിത്വം നിറവേറ്റുക എന്നതാണ് നമ്മുടെ ലക്ഷ്യം. എല്ലാവിധ ആശംസകളും നല്ല രീതിയിൽ മുന്നോട്ട് പോകാൻ സാധിക്കട്ടെ. പുതിയ ഭരണസമിതിയുടെ സത്യപ്രതിജ്ഞ പായം ഗ്രാമപഞ്ചായത്തിൽ ഇപ്പോൾ നടന്നു കഴിഞ്ഞിരിക്കുകയാണ്.
സ്ഥാനാർത്ഥികളുടെ പ്രഖ്യാപനത്തിനൊക്കെ ശേഷം നല്ല വാശിയേറെ തെരഞ്ഞെടുപ്പും അതിനുശേഷം നല്ല ഭൂരിപക്ഷത്തിൽ തന്നെ 13 സീറ്റ് നേടിയാണ് LDF പായം പഞ്ചായത്തിൽ ഭരണം തുടർച്ച നിലനിർത്തിയിരിക്കുന്നത്. അപ്പോൾ കഴിഞ്ഞ വർഷങ്ങളിൽ 5 വർഷക്കാലം അവർ കാഴ്ചവെച്ചിരുന്ന ഭരണ നേട്ടങ്ങളുടെ ഫലമാണ് ഇത്തവണ ലഭിച്ച നല്ല നേട്ടങ്ങൾ അല്ലെങ്കിൽ ഈ ഭരണ തുടർച്ച എന്ന് തന്നെയാണ് പൊതുവെയുള്ള വിലയിരുത്തൽ ഉണ്ടായിട്ടുള്ളത്. ഈ സത്യപ്രതിജ്ഞയ്ക്ക് ശേഷമുള്ള അവരുടെ വാക്കുകളിൽ നിന്നും നമുക്ക് വായിച്ചെടുക്കാൻ സാധിക്കുന്നതും ഈ ഭരണ തുടർച്ച കഴിഞ്ഞ തവണ കാഴ്ചവെച്ച വികസന പ്രവർത്തനങ്ങളെ എത്രത്തോളം മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുമോ അതിനനുസരിച്ചിട്ടുള്ള പ്രവർത്തനം, കൂട്ടായ പ്രവർത്തനം ഉണ്ടാകുമെന്ന് തന്നെയാണ് ഓരോരുത്തരും ആത്മവിശ്വാസം പ്രകടിപ്പിക്കുന്നത്. ഇവിടെയുള്ള ജനങ്ങളും അതേ രീതിയിൽ തന്നെയാണ് അവരുടെ മനസ്സും പറയുന്നത്. അപ്പൊ ആ രീതിയിൽ ലോകത്തിന്റെ നെറുകയിൽ തന്നെ വിവിധ അവാർഡുകളൊക്കെ വാങ്ങി എത്തിച്ചേർന്ന പായം ഗ്രാമപഞ്ചായത്തിന് ഇനിയുള്ള ഭരണ തുടർച്ചയ്ക്കും അതുപോലെ ഇനിയുള്ള വികസന പ്രവർത്തനങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാനും സാധിക്കും എന്ന് തന്നെയാണ് ഇവരുടെ ആത്മവിശ്വാസം. പായം ഗ്രാമപഞ്ചായത്തിൽ നിന്നും ജനറ്റിന് വേണ്ടി യജന പത്മനാഭൻ.